ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖം തന്നെ. അപ്പം ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള വീഡിയോ ആണ്. രാവിലെ നമുക്ക് എളുപ്പ പണികൾ തീർത്തിട്ട് ഫ്രീ ആകാനും എൻ്റെ കുക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോ എല്ലാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ ഏകദേശം ഒരു 4:30-4:45 എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക്. അപ്പം ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് വെള്ളമാണ് കേട്ടോ, കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പം ഇത് ഞാൻ ആദ്യം വെക്കും കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ മക്കൾക്കായാലും എപ്പോൾ ആയാലും ഇത് ഞാൻ ആദ്യം വെക്കും ഈ വെള്ളം. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പം ചായ കുടിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ ചായയാണ് കുടിക്കൽ. ലേറ്റായിട്ട് ഒരു കട്ടൻ ചായ കുടിക്കലുണ്ടായിന്. അപ്പം ഇനി മുതൽ ചായ കുടി നിർത്താമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യം ഞാൻ വേഗം വെള്ളം വെച്ചിട്ട് കുറച്ച് കുടിക്കായി വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പം ഇതാ രാവിലെ ഞാൻ പത്തിലും ചെമ്മീൻ മസാലക്കറിയും ഉണ്ടാക്കാൻ വിചാരിച്ച്. പത്തിലിന് ചെമ്മീൻ മസാലക്കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചെമ്മീൻ മസാലക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കറിയെല്ലാം വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് അങ്ങനെ വലിയ പണി കാണില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പം നമുക്ക് ആ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ഉള്ളി മുറിച്ച് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പണിയെടുക്കുമ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ഉള്ളി തക്കാളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മുറിച്ച് എല്ലാം ഒരു പ്ലേറ്റിൽ ഓരോരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടേ കാണില്ല. അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2 ഉള്ളിയോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഉള്ളി വേണം. എന്താ വെച്ചാൽ ചെമ്മീൻ മസാലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ഇതാ ഈ സവാള നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ചെമ്മീൻ മസാലക്കറിക്ക് പുളിയൊന്ന് ആഡ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം തക്കാളി തന്നെ എടുക്കണം. മാക്സിമം 2 തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് സവാളയും തക്കാളിയെല്ലാം വഴണ്ട് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എനിക്ക് ഈ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങോട്ട് ഇഷ്ടം ഈ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു മണവും എല്ലാം ഉണ്ടാവും. അപ്പം പേസ്റ്റ് ഞാൻ കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം പോയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില അത്യാവശ്യം നല്ലോണം തന്നെ ഇടാം കേട്ടോ. അപ്പം മല്ലിയില വേണമെങ്കിൽ അതും ഇടാം, കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില അത്യാവശ്യം നല്ലതുപോലെ ഇടാം. എന്നാൽ തന്നെ നമുക്ക് ഈ ചെമ്മീൻ മസാലക്കറിക്ക് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഈ ഗരം മസാല ഇതിന് മസ്റ്റാണ് കേട്ടോ. എന്നാലേ ആ മസാലക്കറിൻ്റെ ഒരു മണം ഉണ്ടാവുള്ളൂ. ഇഞ്ചിയും മസ്റ്റാണ്. നമ്മൾ സാധാരണ ചെമ്മീൻ കറി വെക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ. അപ്പം ഇങ്ങനെ മസാലക്കറി വെക്കുമ്പോൾ മസ്റ്റായിട്ട് ഇഞ്ചി ചേർക്കണം കേട്ടോ. ഇഞ്ചി, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മസ്റ്റായിട്ട് ചേർക്കണം. എന്നാലേ ആ ഒരു നല്ലൊരു മണം കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് തിളക്കാൻ വെക്കട്ടെ. ആ സമയം കൊണ്ട് എൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ ഫ്ലാസ്കിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചൂട് നല്ല ചൂടിൽ തന്നെ ആക്കി വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഫ്ലാസ്കിൽ നിന്ന് ചൂട് പോകും കേട്ടോ. നല്ല ചൂടുണ്ടാവില്ല, എന്നാലും നമുക്ക് കുടിക്കേണ്ട ചൂടിൽ ഈ ഫ്ലാസ്കിൽ വെള്ളം നിൽക്കും കേട്ടോ. അപ്പം ഞാൻ നല്ല ചൂടിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇല പോവാണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുകയായിരുന്നു. അപ്പം ഒരില ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനിക്കൂർക്ക ചപ്പില ഇട്ടിട്ട് വെള്ളം കുടിച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. നമുക്ക് രാവിലെ എണീച്ചാൽ ഈ വെള്ളം നമുക്ക് ചായനെക്കാട്ടി നല്ലതാണ് കേട്ടോ. ഈ വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും. ആ ഒരു നല്ലൊരു മണവും എല്ലാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആയിക്കോട്ടെ വലിയക്കായിക്കോട്ടെ ഇത് നല്ല ഒരു മരുന്നുള്ള ഒരു
ഐറ്റാണ് കേട്ടോ. ഈ പനിക്കൂർക്ക ചുമക്ക് ശ്വാസം മുട്ടിനെല്ലാം എല്ലാം നല്ലതാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഈ മസാലയും തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ കറി നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുളകിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷമേ നമുക്ക് ആ ചെമ്മീൻ ഇടാൻ പാടുള്ളൂ. അപ്പം അത് അവിടുന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് പത്തിലുണ്ടാക്കണം കേട്ടോ. അപ്പം പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. പൊടി പത്തിലല്ല, നമ്മൾ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ ചൂടൽ. അങ്ങനെ പൊടിയായിട്ട് അധികം യൂസ് ചെയ്യല്ല. നമുക്ക് അരച്ചിട്ട് ചുടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പൊടിഞ്ഞാൻ കാട്ടി നല്ല ടേസ്റ്റ് ഈ അരച്ചിട്ട് തന്നെ ചുടുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ പത്തിലൂടാൻ വേണ്ടിയിട്ട്. ഞാൻ മാക്സിമം പത്തിലൂടുന്നതെന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പം പത്തിൽ പിന്നെ ഈ വാട്ടാനും ഇതിനെല്ലാം ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം ലൂസായിട്ട് പിന്നെ അരക്കലുണ്ട്. പക്ഷേ ഞാനിത് വാട്ടാൻ ഇങ്ങനെ മടിയായതുകൊണ്ട് ഞാൻ ടൈറ്റിൽ തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈറ്റിൽ അരച്ചാൽ വേഗം നമുക്ക് വാട്ടി കിട്ടും. അപ്പം പിന്നെ പത്തിൻ്റെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിലെല്ലാം പിന്നെ നമ്മൾ ഉമ്മാല പത്തിൻ്റെ ഗ്യാസ് അടുപ്പിൽ പത്തിൻ്റെ ഓട് വെച്ചിട്ട് ചുടുന്നതെല്ലാം കാണാൻ നല്ല പാങ്ങാന്ന് കേട്ടോ. എൻ്റെ മൂത്തമ്മയെല്ലാം പണ്ട് നമ്മൾ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ അവരെല്ലാം ഇങ്ങനെ മൂത്തുമ്മ പത്തിലൂടുന്ന കാണുമ്പോൾ നല്ല ഒരു രസമാണ് കേട്ടോ. അപ്പം പിന്നെ ഇപ്പം പിന്നെ ഗ്യാസും അങ്ങനെ പത്തിൻ്റെ ഓട് തന്നെ മാറിയില്ലേ. നല്ല പണ്ട് കാലങ്ങളിലെല്ലാം നല്ല രസമാണ് കേട്ടോ ഈ പത്തിൻ്റെ ഓട് കാണാൻ വേണ്ടിയിട്ട്. ഒരു അടുപ്പിലൊക്കെ ഒരു വലിയ ഓടും പിന്നെ അങ്ങനെ ഒരുപാട് പേർക്ക് പത്തിലിടുന്നതും അങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരു രസമാണല്ലേ. ആ കാലമെല്ലാം പിന്നെ നമുക്കൊരു ഓർമ്മിക്കാൻ പറ്റിയ ഒരു നല്ലൊരു രസമാണ് കേട്ടോ അതെല്ലാം ഓർമ്മിക്കുമ്പോൾ. അപ്പം ഞാനിങ്ങനെ പത്തിലോട്ട് ഇതാക്കുന്നുണ്ട്. അപ്പം ആദ്യം അനക്കുവാണെങ്കിൽ ശരിയാവില്ല കേട്ടോ. പത്തിൽ ഓരോരോ ടൈമിൽ പിന്നെ ആദ്യത്തെ പിന്നെ പത്തിലുവാണെങ്കിൽ പൊന്തൂല, പിന്നെ ശരിയാവില്ല കേട്ടോ. അപ്പം പത്തിലെല്ലാം ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇക്ക രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായ കുടിച്ചിട്ടുണ്ടായിട്ടാ. അപ്പം രാവിലെ പോയതുകൊണ്ട് രാവിലെ വലിയ മൂടൊന്നുമില്ല. അങ്ങനെ നല്ല രാവിലെ ആകുമ്പോൾ ഇങ്ങനെ കത്തലെല്ലാം അടക്കാൻ വേണ്ടിയിട്ട് അത്ര ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ എന്നിട്ട് പറഞ്ഞു ഞാൻ സ്റ്റേഷൻ തന്നെ കുടിച്ചോളും, അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കുടിച്ചോളും എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടായിന്. അപ്പോൾ പത്തിലെല്ലാം ഞാൻ ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചേ പത്തിൽ വേണ്ട കേട്ടോ, അധികം വേണ്ട. അപ്പം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും എൻ്റെ ഇതിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ പത്തിൽ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഓടൊന്ന് കഴുകി വെക്കണം. അപ്പം ഉമ്മാക്കും മക്കൾക്കേ ചായ വേണ്ടു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചായ ഇന്ന് മുതൽ കുടിക്കൽ ഒഴിവാക്കിയിട്ടുണ്ട്. എത്രത്തോളം നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ മാക്സിമം ഞാൻ നോക്കും ചായ കുടിക്കാണ്ട് നിൽക്കാൻ കഴിയുമെന്ന്. എനിക്ക് ചായയോട് ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. ഞാൻ നല്ലവണ്ണം ചായ കുടിക്കലുണ്ടായിന്. അപ്പം ഈ കത്തലടക്കുമ്പോൾ എനിക്ക് നല്ലോണം ചായ വേണം കേട്ടോ. ഒരു ഗ്ലാസ് ഒന്നല്ല, ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെയാണ് ചായ കുടിക്കൽ. നല്ല മധുരവും വേണം കേട്ടോ. അപ്പം അത് ഒന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്, കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിതാ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായൻ്റെ വെള്ളം തളിച്ചിട്ടുണ്ട്. അവർക്ക് അത്രയും വേണ്ട കേട്ടോ, ഉമ്മാക്കും മക്കൾക്കും. എൻ്റെ ഒരു മോന് അധികം രാവിലെ അങ്ങനെ ചായ കുടിക്കില്ല കേട്ടോ. അവനെ നിർബന്ധിച്ച് കൊടുത്താൽ കുറച്ച് കുടിക്കുന്നല്ലാണ്ട് ഓന് പിന്നെ തണുത്ത വെള്ളത്തോട് അതിനോടെല്ലാം കേട്ടോ താല്പര്യം. അപ്പോൾ ഞാൻ ചായയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടായില്ല കേട്ടോ. അവർ പിന്നെ രാവിലെ പരീക്ഷയാണ് കേട്ടോ അപ്പം മദ്രസയിൽ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളില്ല കേട്ടോ. അപ്പം
ഇതാ ആ സമയം ഞാൻ ഇതാ പത്തിൽ തിന്നാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ രാവിലെ പിന്നെ ഈ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ. എനിക്ക് രാവിലെ ഇങ്ങനെ എത്ര രാവിലെ എണീച്ചാലും പിന്നെ ഈ പത്തിൽ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ പറ്റുള്ളൂ. വൈകുന്നേരം കുഴപ്പമില്ല, ഞാൻ പിന്നെ വൈകുന്നേരം തിന്നും. പക്ഷെ രാവിലെ ആകുമ്പം എന്തല്ലോ ഇങ്ങനെ എന്തോ ഒരു വയ്യായ്മയെല്ലാം വരും കേട്ടോ. ആ ബേക്കറി ഐറ്റംസ് തിന്നാൽ പിന്നെ നമുക്ക് ഈ പത്തിൽ തിന്നാനോ അങ്ങനെയൊന്നും ഒരു വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ല മണമുണ്ട് കേട്ടോ ഈ കറി. മസ്റ്റായിട്ടും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പത്തിനായാലും ചപ്പാത്തിക്കായാലും അപ്പത്തിനെല്ലാം ആയാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ എടുക്കൽ. എനിക്കിങ്ങനെ ഈ കറിയിൽ തന്നെ പത്തിൽ തന്നെ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഒഴിച്ചിട്ട് കഴിക്കുന്നതിന് അങ്ങോട്ട് ചോറിലായാലും ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കഴിക്കലാണ് കേട്ടോ. അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ചോറിൽ തന്നെ കറി ഒഴിച്ച് ആ സൈഡിൽ തന്നെ വറവിട്ട് അങ്ങനെ എടുത്തിട്ട് ഒഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. ഇന്നലെ ചോറ് അങ്ങനെ ഉണ്ടായിന്, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വാർത്തിട്ടുണ്ട്. ഇനി പിന്നെ ഉച്ചക്കേക്ക് ആ കറി തന്നെ മതിയാവും കേട്ടോ. ഉച്ചക്ക് അത് തന്നെയാവും മതിയാവും. പിന്നെ വേറെ കറിയൊന്നും വെക്കുന്നില്ല. വേറെ കറി വെച്ചാൽ ആ കറി എന്തായാലും വേസ്റ്റായി പോകും. അപ്പം ഞാനൊന്ന് ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പണിയെല്ലാം വേഗം ചെയ്ത് ആ സമയം ആ പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണല്ല. ആ കൗണ്ടർ ടോപ്പെല്ലാം പിന്നെ അങ്ങനെ വലിയ കച്ചറയൊന്നും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് വെച്ചാലും നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ബീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീൻസ് ഞാൻ വർക്കായി വിചാരിച്ച് ബീൻസും ഉച്ചക്ക് പപ്പടവും മതിയെന്ന് വിചാരിച്ച്. ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത സമയമാണ്. അപ്പം അവർക്ക് അങ്ങനെ ചോറോട് വലിയ താല്പര്യമില്ല കേട്ടോ. അവർക്ക് ഈ കഞ്ഞി അങ്ങനത്തെ എല്ലാം അത് വേണ്ട, കഞ്ഞി അച്ചാറ് പപ്പടം അങ്ങനത്തെ എല്ലാം അത് വേണ്ട. എന്നാലും ഞാൻ നിർബന്ധിച്ച് ചോറ് കൊടുക്കും. ഈ വറവ് ഐറ്റംസ് ഒന്നും കൂട്ടൂല കേട്ടോ. ഈ പച്ചക്കറി വറുത്താലൊന്നും അവർ കൂട്ടില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമല്ല, എത്ര പറഞ്ഞാലും അവർ അങ്ങനെ കൂട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പച്ചക്കറിയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കും, പിന്നെ ഈ സേമിയയിൽ പുലാവാക്കിയിട്ടും അങ്ങനെ പിന്നെ അങ്ങനെ ഫ്രൈഡ് റൈസ് അങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുക്കലാന്ന് കേട്ടോ. പിന്നെ ഇങ്ങനെ വറുത്താൽ അവർ ഒന്നും കൂട്ടില്ല. അത് നമ്മൾ ഇട്ട് കൊടുത്താലും നമ്മൾ കൂട്ടൂല കേട്ടോ. ആ സൈഡിൽ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബീൻസ് വറുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ സവാള ചേർക്കും ബീൻസ് വറുക്കാൻ വേണ്ടിയിട്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഈ സവാളയും കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് ഈ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ. എൻ്റെ ഉമ്മാക്ക് അത്ര ഇഷ്ടമല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ആ അങ്ങനെ ആ കളറ് കാണുമ്പോൾ ഉമ്മാക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉമ്മ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ. ഇങ്ങനെ ഈ പച്ചക്കറി വറുത്തതിൽ ഓരോന്നിലിടും. പിന്നെ ഇങ്ങനെ ഒരു കാണാനൊരു ഭംഗിയില്ലാത്ത അങ്ങനത്തെ ഒരു പച്ചക്കറിക്കെല്ലാം ഇടും കേട്ടോ. അപ്പം ബീൻസ് നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസ് വെന്തതിന് ശേഷം ആണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കൽ. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ആ തേങ്ങ കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്കത് കീച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം പിന്നെ സവാള ബീൻസ് വറവിലും പയർ വറവിലെല്ലാം സവാള ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. മക്കളെല്ലാം കത്തലടക്കിയിട്ടുണ്ടായിന്. അപ്പം ആ പാത്രങ്ങളെല്ലാം ഉണ്ടായിന്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ എളുപ്പപ്പണിയാണ് കേട്ടോ. ഇങ്ങനെ പാത്രം ഒരുപാടുണ്ടാകുമ്പോൾ ഇതേപോലെ സൈഡിലേക്ക് ആദ്യം ഞാൻ ഇങ്ങനെ പിന്നെ സോപ്പ് അരിച്ച് വെക്കും കേട്ടോ. ഇങ്ങനെ ബേസിൻ്റെ സൈഡിൽ. എന്നിട്ട് ബേസൺ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ പാത്രമെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കും. അപ്പം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കഴുകാൻ വേണ്ടിയിട്ട്. ഒരു പാത്രത്തിൽ വീണ വെള്ളം മറ്റേ പാത്രത്തിലേക്ക് വീണിട്ട് ആ സോപ്പെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. നമുക്ക് അധികം അരക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടെ. അപ്പോൾ കിച്ചണിൽ പിന്നെ നമ്മളിപ്പോൾ പണിയെടുത്തതല്ല. അപ്പം ഈ കിച്ചണിൻ്റെ വർക്ക് ഏരിയയും കൂടെ ഒന്ന് അടിച്ചിട്ട് അങ്ങോട്ട് ആക്കും കേട്ടോ. പിന്നെ ഈ ഭാഗം അടിക്കുകയൊന്നും വേണ്ട.
അപ്പം പിന്നെ ഹാള് ആ ഭാഗമെല്ലാം അടിക്കാൻ പോകണ്ട കേട്ടോ. അപ്പോൾ അലക്കിയ തുണി ഉണ്ടായിന്, പിന്നെ അതെല്ലാം ഒന്ന് ആർത്തിയിടാനുണ്ടായിന്, അതെല്ലാം ഒന്ന് ആർത്തിയിട്ടിട്ടുണ്ടായിന്. ഇതാ പനിക്കൂർക്ക പിന്നെ ഇക്ക സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് തന്നെയാന്ന് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി കേട്ടോ ഈ പനിക്കൂർക്ക കിട്ടാത്തത്. അപ്പം പിന്നെ മുമ്പൊക്കെ അങ്കണവാടിയിൽ നിന്നും പിന്നെ ഇക്കാൻ്റെ പുരക്കുന്നും അന്ന് പറിച്ചുകൊണ്ടുണ്ടായിന്. അപ്പം മഴക്കാലമായതുകൊണ്ട് ആടെയൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം ചീഞ്ഞ് പോയേട്ടാ. അപ്പം അതിന് പിന്നെ ഇതിപ്പം നടാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ണെടുത്തിട്ടുണ്ടായിന് കേട്ടോ, ചട്ടിയിൽ പുറത്തുനിന്ന് മണ്ണെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതൊന്ന് നട്ട് നോക്കട്ടെ കേട്ടോ, തെക്കുമെന്നറിയില്ല. പിന്നെ ഞാൻ 2 കൂട്ടം പിന്നെ ഇങ്ങനെ ഈ പനിക്കൂർക്കൻ്റെ പിന്നെ തൈ കൊണ്ടുവന്നിട്ട് മണ്ണിൽ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. മണ്ണിലിട്ടിട്ട് തെത്തിയിട്ടുണ്ടായിന്, പിന്നെ ആ മഴ വന്നപ്പോൾ ചീഞ്ഞ് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഇതേപോലെ ചട്ടിയിൽ വെച്ചിട്ട് നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ മക്കളൊക്കെ ഇങ്ങനെ അവർക്ക് പിന്നെ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മണ്ണ് കളിക്കാനും ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഞാൻ നടും ഉമ്മ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ അരുവെ തന്നെ. അപ്പം പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വാട്ടമെല്ലാം ഉണ്ട് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായത് കൊണ്ടുവന്നതാണ്. അപ്പം അവരിങ്ങനെ സൺഡേ പിന്നെ ഉണ്ടായാൽ സ്കൂളില്ലാത്ത സമയമെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അവർ ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം കീയോട്ടെ. ഇല്ലെങ്കിൽ പുറത്ത് കീയലേ കുറവാണ്. അത്യാവശ്യം അലക്കാനും അങ്ങനെ അടിക്കാൻ അങ്ങനെയെല്ലാം കീയുന്നതല്ലാണ്ട് പിന്നെ പുറത്ത് കീയലേ കുറവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതങ്ങനെ നടാനൊന്നും അറിയില്ല, എങ്ങനെയാന്ന് ഇത് തെക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ആ സീറ്റൗട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ പിന്നെ ഇത് നമ്മൾ കറ്റാർവാഴയാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ ഉമ്മ നട്ടിട്ടുണ്ടായതാണ്. പിന്നെ അപ്പോൾ ഇതാ മഴ ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല അടിഭാഗത്ത് നല്ല ചീഞ്ഞ് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ മുടിക്കെല്ലാം നല്ലതാണ് കേട്ടോ, മുടി വളരാനും അങ്ങനെയെല്ലാം ഇല്ലിന് നല്ലതാണ് ഇത് എണ്ണ കാച്ചി എടുത്താൽ. അപ്പോൾ ഇതാ ഈ സൈഡ് ഭാഗമെല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഇതൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ മുറിച്ച് കളയാൻ പാടുണ്ടോ അതൊന്നും അറിയില്ല കേട്ടോ. പിന്നെയും ഇത് വരുമോ ഒന്നും അറിയില്ല. ഇങ്ങനെ ഈ പിന്നെ ഇങ്ങനെ ഈ ചീന ഭാഗം ഞാനൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. അപ്പം ഇത് പിന്നെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടായിന്, കുറച്ചേ ഉണ്ടായിട്ടു. ഇതിപ്പോൾ ഫുള്ളായിട്ട് ആയിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ആ സൈഡെല്ലാം മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ പിന്നെ ഇങ്ങനെ ഞായറാഴ്ചയെല്ലാം മക്കളൊക്കെ തന്നെയായിരിക്കും കേട്ടോ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും അവർ കളിക്കുന്നതോ അങ്ങനെയെല്ലാം നോക്കിയാണ്. ഒന്നാമത് റോഡായതുകൊണ്ട് പിന്നെ ചെറിയ മോന് പുറത്തുനിന്ന് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. റോഡ് മേലേക്ക് പോകുന്നു 2-3 പ്രാവശ്യം അങ്ങനെ പോയിട്ട് പിന്നെ വണ്ടിയെല്ലാം ഓർണടിച്ച് പിന്നെ അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ അവൻ പുറത്തുനിന്ന് കളിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ പ്രാഷൻ മുട്ടാന്ന് കേട്ടോ, പ്രാഷൻ ഫ്രൂട്ടാന്ന്. പിന്നെ ഇതാ ഉമ്മ നട്ടതാണ് കേട്ടോ. അപ്പം പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടാ കേട്ടോ. അപ്പം ഇങ്ങനെ കയറി മതിലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കാട് പോലെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടതിന് കുറേ അവരിപ്പം മദർസ് വിട്ട് വന്നതിന് ശേഷം കുറേ അവർ പറിച്ചിട്ട് കഴിച്ചേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടെല്ലാം ആയിട്ട് അവർ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പറിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ പറിക്കും കേട്ടോ അത്. അപ്പം ഇത് പറിക്കല്ല ലാസ്റ്റ് നല്ലോണം പേടിപ്പിച്ചതിന് ശേഷം അവരത് നിർത്തി കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറിക്കുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ തിന്നിന്. അപ്പോൾ ഉപ്പ് കൂട്ടിയിട്ട് തിന്നിട്ടാ പിന്നെ അതുകൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ തരണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ആടെ സിറ്റൗട്ടിൽ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇത് മുറിക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ ഇത് പഞ്ചസാരനെയാകട്ടെ എനിക്കിഷ്ടം ഈ ഉപ്പ് കൂട്ടിയിട്ട് തിന്നുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ മക്കളൊക്കെ ഇങ്ങനെ പിന്നെ പുറത്ത് ഇരുന്നിട്ട് ഇവരെയൊക്കെ
കളിക്കാനും അങ്ങനെയെല്ലാമായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ മുമ്പിൽ ഇരിക്കുമ്പോൾ അത്ര ഇതുണ്ടാവില്ല. വണ്ടിയെല്ലാം പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെ ഈ സീറ്റ് ഔട്ടിലെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം അങ്ങനെ ഇരിക്കുന്നതല്ലാണ്ട് അങ്ങനെ ഇരിക്കയില്ല ഞാൻ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതെല്ലാം മിക്സാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് നല്ല യെല്ലോ കളറാവട്ടെ ഇതിൻ്റെ പുറമെല്ലാം. പക്ഷേ പിന്നെ ഇതൊന്നും ആവാൻ ഇവർ വിടുന്നില്ല കേട്ടോ. എന്നാലും പോത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന്. ഈ പാഷൻ ഫ്രൂട്ട് നല്ലതാണ് കേട്ടോ. ക്യാൻസർ രോഗികൾക്കെല്ലാം നല്ല ഇതാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പം പിന്നെ ഇതെല്ലാം ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പിനെ അങ്ങോട്ട് എനിക്കിഷ്ടം. ആ ലാസ്റ്റ് വരുന്ന ആ ഒരു സ്പോഞ്ച് ആകൂലേ, അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് നമ്മൾ കരിയാമ്പിലയാണ് കേട്ടോ. അപ്പം പിന്നെ വലിയ മരമുണ്ട് അപ്പുറം. രണ്ടാമത് അതിൽ നിന്ന് പൊട്ടി തെഴുത്തപ്പം നമ്മളിങ്ങനെ നട്ടതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഉമ്മ നട്ടെടുക്കുന്നതാണ് കേട്ടോ. ഇത് ചേനയാണ് കേട്ടോ. ചേന, കോവയ്ക്ക, പിന്നെ കോയക്കയെല്ലാം ഉണ്ടാട്ടാ. പിന്നെ അപ്പം കോയക്ക ഇങ്ങനെ ആർപ്പറ്റോസിലേക്ക് നേരെ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പന്തലൊന്നും കെട്ടിക്കൊടുത്തിട്ട് എന്നിട്ട് ആർത്തിയിടാനിങ്ങനെ അയൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, തുണി ആർത്തിയിടാൻ. അപ്പോൾ കോയക്കൻ്റെ വള്ളി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായി. ഇത് കണ്ടില്ലേ, ഇത് നാരങ്ങ തയ്യാന്ന് കേട്ടോ. ഇതിൻ്റെ ഇല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ചിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാസനിക്കും. വലിയ ഉഷാറൊന്നും ആകുന്നില്ല കേട്ടോ. ഇത് റംബൂട്ടാൻ്റെ തയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ച് നട്ടതേ ഇല്ല കേട്ടോ. ഇതാ സപ്പോട്ട തൈ. അപ്പം മഴക്കാലമായതുകൊണ്ട് കുറച്ച് കാട് പിടിച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ആക്കണം അത്ര മുറ്റമെല്ലാം. അതൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പം രാത്രി അപ്പോൾ ഇക്കാൻ്റെ സ്റ്റേഷനിൽ 2 പോലീസുകാർ വരുന്നുണ്ടായിന്. അപ്പം അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഇക്ക നേരത്തെ വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഇക്കാവെല്ലാം കൂടിയിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിന് ഏകദേശം ഒരു 7-7:30 ആ ടൈമിൽ അവർ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇതിപ്പോൾ രാത്രിയായി. അവർ നേരെ സ്റ്റേഷനിൽ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയും അധികമൊന്നും ആക്കിയിട്ടാട്ടോ. ചിക്കൻ ബിരിയാണിയും ബീഫ് വറവും മാത്രമേ ആക്കിയിട്ടും പിന്നെ തൈരും അച്ചാറും പിന്നെ അധികം ഐറ്റംസൊന്നും ആക്കിയിട്ടാണ്. അപ്പം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് 2 ആൾ വരുന്നുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം പിന്നെ അധികം ഒന്നും ആക്കാൻ കഴിയില്ല. അപ്പം ബീഫ് വറുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം അതും ഒരു പ്ലേറ്റിലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നതും അങ്ങനെയുള്ള കുറേ സംസാരിച്ചിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ കാണലുണ്ട് പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ബീഫെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരന്നേ വരാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പം ഒന്നിക്കൽ ഇക്കാക്ക് ലീവ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അവർക്ക് ലീവ് ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം ആയിട്ട് ടൈം ഉണ്ടാവില്ല. അങ്ങനെയെല്ലാം ആയിട്ട് ഇതിപ്പം 3 ആൾക്കും ടൈം ഉണ്ടായില്ല കേട്ടോ. 3 ആൾക്കും ടൈം ഉണ്ടായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ട വിചാരിച്ചിട്ട് വേഗം വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിന്. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടാട്ടോ. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ വന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.